ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വന്നേക്കാണ്. സംഭവം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാനത് നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയതാണ്. പിന്നെ ഒരു 6 ദിവസം എനിക്ക് അർജൻറ്റായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാനൊരു 6 ദിവസം നമ്മളുടെ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്, നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യൂസ് ഉണ്ടല്ലോ, അതുപോലും ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അതായത് 6 ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു 10,000, 20,000, 30,000 ആ ഒരു റേഞ്ചിലൊക്കെ വ്യൂ ഉണ്ടായിരുന്ന ഷോർട്സിന് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 1000 പോലും വ്യൂ ആവാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാ യൂട്യൂബ് ടിപ്സിന്റെ വീഡിയോസിലും നിങ്ങളുടെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അല്ല, നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ഭയങ്കരമായിട്ട് വ്യൂ കുറഞ്ഞു വന്നു കേട്ടോ. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ വ്യൂ ഡ്രോപ്പ് വരാന്നുള്ളത്, അത് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ ചാനലിൽ വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. പിന്നെ ഈ ഒരു വ്യൂ ഡ്രോപ്പ് വന്നു കഴിഞ്ഞിട്ട് ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും എത്ര വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും വ്യൂസ് ഒട്ടും തന്നെ കയറുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മളുടെ വീഡിയോ കാണുന്ന കുറേ അധികം പേര് യൂട്യൂബ് ചാനൽ ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരു വീഡിയോ എടുത്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് അതിന്റെ ബാക്കിൽ എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വ്യൂ ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. യൂട്യൂബ് നിർത്തിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാണ്. കാരണം നമ്മൾ എത്ര വീഡിയോസ് ഇട്ടാലും വ്യൂസ് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ യൂട്യൂബ് ചാനൽ നിർത്തലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. പക്ഷെ ആരും വിഷമിക്കേണ്ട, നമ്മൾ ചാനൽ നിർത്തുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടം വരെ എത്തിച്ച ചാനൽ അങ്ങനെ ഒറ്റയടിക്ക് നിർത്താനൊന്നും പറ്റില്ലല്ലോ. എങ്ങനെ ഈ ഒരു വ്യൂ ഡ്രോപ്പിനെ ഓവർകം ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ നോക്കി, അതുപോലെ തന്നെ കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാതെ നമുക്ക് ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെന്നൊന്ന് കാണാം. എൻ്റെ ചാനലിൽ വ്യൂ ഡ്രോപ്പ് വന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് ബാക്ക് ടു നോർമൽ ആയെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറെ അധികം പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്താനായിട്ട് നമ്മളുടെ വീഡിയോ നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ ചെയ്യുക. പിന്നെ നമ്മൾ ഓണം ഗിവ് വേയുടെ വിന്നറിനെ സെപ്റ്റംബർ 8 തീയതിയാണ് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിന്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അല്ല, ഈ ഒരു വീഡിയോയുടെ ഇടയിൽ തന്നെ ഞാൻ അനൗൺസ് ചെയ്യാം. കാരണം ലാസ്റ്റ് ആവുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് പോയി നോക്കും, ഈ വീഡിയോ ഫുള്ള് കാണാൻ നിൽക്കൂല. അപ്പോൾ എന്തായാലും വീഡിയോയുടെ ഇടയിലായിട്ട് ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, എന്റെ ചാനലിൽ ഈ ഒരു വ്യൂ ഡ്രോപ്പ് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറെ അധികം പേരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ എങ്ങനെയാ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നൊക്കെ പഠിച്ചത്. അതാണ് നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ വ്യൂ ഡ്രോപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വീഡിയോ ഇടുന്നത് നിർത്താതെ കൺസിസ്റ്റന്റ് ആയിട്ട്, വ്യൂ ഇല്ലാന്നുണ്ടെങ്കിലും സെയിം ടൈം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന സെയിം ടൈമിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി. അങ്ങനെ ഒരു 1-2 ആഴ്ച എടുത്തിട്ട് എനിക്ക് ബാക്ക് ടു നോർമൽ ആവാനായിട്ട്. വ്യൂ ഡ്രോപ്പ് വന്ന സമയത്ത് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100-ന് മുകളിൽ വ്യൂ കയറണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. കാരണം ആദ്യത്തെ സമയത്ത് ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10,000, 20,000 വ്യൂ ഒക്കെ 1-2 ദിവസത്തോണ്ട് കയറാറുണ്ടായിരുന്നു. അതൊരു ആവറേജ് വ്യൂ ആണ്. എന്നാലും ആ വ്യൂ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഞാൻ ഷോർട്സ് വ്യൂസ് ഇല്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ലെങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്താണ് പിന്നെയും ബാക്ക് ടു നോർമൽ ആയത്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ലോങ് വീഡിയോസും കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട്
വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഇട്ടിട്ട് പതുക്കെയാണ് കേട്ടോ ഇത് ബാക്ക് ടു നോർമൽ ആയത്. അപ്പോൾ ഈ ഒരു വ്യൂ ഡ്രോപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൽ ചെറിയൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വ്യൂ പോലും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോസും അത്രയും എഫേർട്ട് എടുത്തിട്ടാണല്ലോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറണം, വാച്ച് അവർ കയറണം, വ്യൂസ് കയറണം, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശം വെച്ചിട്ടാണല്ലോ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ നിങ്ങൾ എത്ര വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നു അതിലൊന്നല്ല കേട്ടോ. മെയിനായിട്ട് യൂട്യൂബിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻസി തന്നെയാണ്. അതുപോലെ തന്നെ വ്യൂ ഡ്രോപ്പ് വന്ന സമയത്ത് ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യൂസ് കുറയുന്നത് കാരണം ആദ്യം ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കമന്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇത് മുൻപ് ഇട്ടതല്ലേ എന്നുള്ളത്. അപ്പോൾ വ്യൂ കുറയുമ്പോഴാണ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് വ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഭയങ്കര സങ്കടമാണ്, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് നോർമലി നമുക്ക് കിട്ടുന്ന ആ ഒരു ആവറേജ് വ്യൂ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട്, വ്യൂ കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ് പിന്നെയും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല, നമ്മളുടെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നമ്മളുടെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് എപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ ആ വീഡിയോ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 10 വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് 1 ആണോ അങ്ങനെ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ വ്യൂ ഡ്രോപ്പ് വന്ന സമയത്ത് എത്ര ഷോർട്സ് അപ്ലോഡ് ചെയ്താലും 10 ഔട്ട് ഓഫ് 10, അതായത് ഏറ്റവും താഴെയാണ് വന്ന് നിൽക്കാറ്. 25, 30 ഇങ്ങനെയൊക്കെയാണ് വ്യൂസ് വരാറുള്ളത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ചാനലിൽ ഇങ്ങനെ ഒരു വ്യൂ ഡ്രോപ്പ് വന്നതിന് ശേഷം യൂട്യൂബിൽ വീഡിയോസ് എടുക്കാനോ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവാറായിട്ടുണ്ട്. അടുത്ത മാസം നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം ആവാണ്. അപ്പോൾ ഇത്രയും നാളെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ച് ഈ ഒരു ചാനൽ ഒറ്റയടിക്ക് വ്യൂ ഡ്രോപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും കൺസിസ്റ്റന്റ് ആയിട്ട് പണ്ടത്തെ വ്യൂ തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കുറച്ച് വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിൽ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം എന്തെങ്കിലും ബിസി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാണ്ടാവേ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കപ്പ് ആയിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്ത് വെക്കുക. അങ്ങനെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് അൺലിസ്റ്റഡ് ആയിട്ട് വെക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം അതാണ്. യൂട്യൂബിൽ ഒരു 10-15 വീഡിയോ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നാലും ഡെയിലി നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സീരിയസ് ആയിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് വീഡിയോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ദിവസവും കുറച്ച് വീഡിയോസ് ബാക്കപ്പ് ആയിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കണം. ഏതോ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ആ ഒരു സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു 10 ഷോർട്സ് ഒക്കെ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും 10 വീഡിയോ എടുക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ബാക്കപ്പ് ആയി. പിന്നെ മടിയൊക്കെ കാരണം ഞാൻ ഡെയിലി അന്നന്നൊക്കെ ആവശ്യമായിട്ടുള്ള വീഡിയോ മാത്രമേ എടുക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്നൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരുന്നത്. അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ എടുത്ത് അൺലിസ്റ്റഡ് ആയിട്ട് ബാക്കപ്പ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു എമർജൻസി വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാണെന്നുണ്ടെങ്കിൽ ഈ അൺലിസ്റ്റഡ് ആയിട്ട് വെച്ചത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നമ്മൾ ചാനൽ നിർത്തുന്നൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുന്നായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരു ബോണസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുന്നത്തെ വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോണസിന്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10-ാം തീയതി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ അതിൽ സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സൈനപ്പ് ചെയ്യുക. അതിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണോ ആ ഒരു ബോണസ് പോയിന്റ് കിട്ടാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അവരൊക്കെ എന്തായാലും ചെയ്യുക. 50,000 രൂപ വെച്ചിട്ട് നമുക്ക് സെപ്റ്റംബറും ഒക്ടോബറും കിട്ടുമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും
എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ 50,000 രൂപ കിട്ടുന്ന ബോണസ് പോയിന്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് നമ്മൾ സൈൻ അപ്പ് ചെയ്യാന്നുള്ളത് ഞാൻ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് പറയാം. നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനലിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ഓണം ഗീവ് അവേ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ വിന്നർ ആരാണെന്ന് നോക്കാം. അപ്പൊ ഞാനത് സ്ക്രീൻഷോട്ട് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിക്കോ, നിങ്ങൾക്കാണോ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത് നോക്കാം. അപ്പോൾ ആരാണ് നമ്മളുടെ ഓണം ഗീവ് അവേയിലെ വിന്നർ ആയ നമുക്ക് നോക്കിയിട്ട് വരാം. കൺഗ്രാറ്റുലേഷൻസ്. ഇതിൽ വിന്നർ ആവാൻ പറ്റാത്തവരാരും വിഷമിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒക്ടോബർ 10-ാം തീയതി, അടുത്ത മാസം 10-ാം തീയതിക്ക് നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം ആവാണ്. അപ്പോൾ ഒക്ടോബർ 10-ാം തീയതിക്ക് മുന്നായിട്ട് നമ്മളുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗീവ് അവേ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ആയിട്ട് വെക്കുന്നുണ്ട്. 10 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കായിരിക്കും നമ്മൾ ആ ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് കേട്ടോ ഈ ഒരു ഗീവ് അവേ കിട്ടുള്ളൂ. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഗിവ് അവേ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗിവ് അവേയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് കുറേ അധികം പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനും ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.